ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ ലൈവ് ആണ്. അപ്പോൾ ആ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 തസ്തികയെ പറ്റിയുള്ള A to Z കാര്യങ്ങളും അതോടൊപ്പം ടെക് PSCയുടെ പ്രധാനപ്പെട്ട കോഴ്സ്, ടെക് PSCയുടെ കോഴ്സ് ഡീറ്റെയിൽസ്, അതിന്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതോടൊപ്പം എന്താണ് ഈ ഒരു കോഴ്സിന്റെ ഒരു ഓവറോൾ പ്ലാൻ, എന്താണ് നമ്മൾ ഇനി വരുന്ന കുറച്ച് മാസത്തേക്ക് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത് തുടങ്ങി A to Z കാര്യങ്ങളും ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ആദ്യം ഒന്ന് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും കൂടെ നോക്കാം. നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നത് നിങ്ങൾക്ക് അറിയാം 31/12/2024 നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നത്. കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക, 741/2024. ഡിപ്പാർട്ട്മെന്റ് അറിയാലോ, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഓക്കെ, സ്കെയിൽ ഓഫ് പേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. 31,100 രൂപ മുതൽ 66,800 രൂപ വരെ സ്കെയിൽ ഓഫ് പേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബേസിക് നമുക്ക് കിട്ടുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. ഇതോടൊപ്പം മറ്റ് അലവൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അല്ല, ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എയ്തർ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ പറയുന്ന ഡിസിപ്ലിൻസിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാമിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് 29/1/2025 ആണ്. ഒരിക്കലും ഒരു എക്സാമുകൾക്ക്, അത് PSC മാത്രമല്ല ഏതൊരു എക്സാം ആയാലും ആപ്ലിക്കേഷൻ അതിന്റെ ഡെഡ് ലൈനിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യരുത്. സൈറ്റിന് ധാരാളം, കാരണം ആ സമയത്ത് സൈറ്റ് കുറെ ബിസി ആയിരിക്കും. അപ്പൊ ധാരാളം സൈറ്റിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ, അത് കൊടുക്കാത്തവര്, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ ആ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവര് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. നമ്മൾ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ്, ഏതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ അത് ചൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ അതേ കാറ്റഗറിയിൽ നടന്ന എക്സാമിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, എക്സാം ഡേറ്റ് നമുക്ക് വേണ്ട, അതെന്താണെന്ന് പറയുന്നേ ഉള്ളൂ. ആ നമ്പർ ഓഫ് ആപ്ലിക്കൻസിൽ എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഓക്കെ, അതിൽ എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചു, കട്ട് ഓഫ് മാർക്സ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു ജില്ല ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ട്രിവാൻഡ്രം ആണെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എല്ലാ ജില്ലകളിലും എക്സാം നടന്നത് 4/6/2022 തന്നെയാണ്. ട്രിവാൻഡ്രത്ത് 5566 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ 77 പേർ മെയിൻ ലിസ്റ്റിലും അതോടൊപ്പം 35 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. കട്ട് ഓഫ് മാർക്ക് 24 ആണ്. ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ കൊല്ലം 7324 ആപ്ലിക്കൻസ്, 56 പേര് മെയിൻ ലിസ്റ്റിൽ, 38 പേർക്ക് അഡ്വൈസ്, 30.33 ആണ് അവിടുത്തെ കാറ്റഗറി നമ്പർ. പത്തനംതിട്ട നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അവൈലബിൾ അല്ല. മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയത് 35 പേരാണ്. അതിൽ 18 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. 22.33 ആണ് അവിടുത്തെ കട്ട് ഓഫ്. ഓക്കെ, ആലപ്പുഴ 2106 നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, 44 മെയിൻ ലിസ്റ്റ്, അതിൽ അഡ്വൈസ് ലഭിച്ചത് 24 പേർക്ക്, 19.33 ആണ് കട്ട് ഓഫ്. ഓക്കെ, കോട്ടയം നോക്കുകയാണെങ്കിൽ അവൈലബിൾ അല്ല, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അവൈലബിൾ അല്ല. 43 പേർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിൽ 29 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു.
29 കട്ട് ഓഫ് മാർക്സ്. ഇടുക്കി നോക്കുകയാണെങ്കിൽ 1994 പേരാണ്, 34 പേർ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയി, 21 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. കട്ട് ഓഫ് മാർക്സ് 24. എറണാകുളം നോക്കുകയാണെങ്കിൽ 5285 ആപ്ലിക്കൻസ്, അതില് മെയിൻ അഡ്വൈസ് ലഭിച്ചത് 32 പേർക്കാണ്. കട്ട് ഓഫ് മാർക്സ് 28 കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തൃശൂർ 4357 ആപ്ലിക്കൻസ്, 76 മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയവരെണ്ണം, അഡ്വൈസ് ലഭിച്ചത് 45 പേർക്ക്, കട്ട് ഓഫ് 22.33. പാലക്കാട് 4561 ആപ്ലിക്കൻസ്, 129 പേർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയത്, അതിൽ 54 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയുണ്ടായി. കുറച്ച് കമ്പാരിറ്റീവ്ലി നല്ല നമ്പർ ഓഫ് അഡ്വൈസ് ഉണ്ട്. ഇനി കട്ട് ഓഫ് മാർക്സ് വരുന്നത് 21, അപ്പൊ കട്ട് ഓഫും കുറവാണ് പാലക്കാട്. ഇനി മലപ്പുറം നോക്കുകയാണെങ്കിൽ 8170 ആപ്ലിക്കൻസ് ഉണ്ട്, 89 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയത്. 51 പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. 28.67 അവിടുത്തെ കട്ട് ഓഫ്. ഇനി കോഴിക്കോട് നോക്കുകയാണെങ്കിൽ 4330 പേര്, അവിടെ 66 പേര് മെയിൻ ലിസ്റ്റില്, 35 പേർക്ക് അഡ്വൈസ്. വയനാട് നോക്കുകയാണെങ്കിൽ 1507, 27 പേരാണ് മെയിൻ ലിസ്റ്റിൽ, അതിൽ 17 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. കട്ട് ഓഫ് 25.33 ഓക്കെ. കണ്ണൂര് 3079 ആപ്ലിക്കൻസ് ആണ്, നമ്പർ അതിൽ അഡ്വൈസ് ലഭിച്ചത് 46 പേർക്കും, കട്ട് ഓഫ് 23.67. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ 3411 ആപ്ലിക്കൻസ് ആണ്, അഡ്വൈസ് ലഭിച്ചത് 28 പേർക്ക്, കട്ട് ഓഫ് 27.33. അപ്പോ ഇങ്ങനെയാണ് ആ ഒരു പ്രീവിയസ് അഡ്വൈസസിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. 39/2020 ആയിരുന്നു എക്സാം. 2020 ഇതിനു മുമ്പത്തെ എക്സാം നടന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഏതൊരു എക്സാമിനായാലും, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും നമ്മൾ ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്നാണ് സാധാരണ പറയാ. അപ്പൊ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും നമ്മൾ വെറുതെ ഒരു പീസ് മീൽ പോലെ എക്സാം എഴുതാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കരുത്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റിനെ പറ്റി കൂടുതലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും A to Z കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് നിങ്ങളുടെ ജോബ് റോൾ, എന്താണ് ആ ഒരു ജോലിയുടെ സ്വഭാവം, അതും ആ ജോലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് നിങ്ങൾ കേരളത്തിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ ഒരു എക്സാം ബ്ലൈൻഡ് ആയിട്ട് പോയി, ഇപ്പൊ PSC നോട്ടിഫിക്കേഷൻ വന്നു അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് പോയി അപ്ലൈ ചെയ്യാം, എന്നിട്ട് വെറുതെ ഒന്ന് എഴുതി നോക്കാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു റിയൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇതൊരു ഗവൺമെന്റ് ജോബ് ആണ്, അതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റി, ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്, ജോബ് സെക്യൂരിറ്റി. ഓക്കെ, ഇനി അട്രാക്റ്റീവ് സാലറി ആൻഡ് പെർക്സ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സാലറി ഇനിഷ്യൽ സാലറി സ്കെയിൽ ആയിട്ട് തന്നെ വരുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് നിങ്ങളുടെ ഇനിഷ്യൽ സാലറി സ്കെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതോടൊപ്പം ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത കാര്യം വർക്ക് ലൈഫ് ബാലൻസ് ആണ്. എന്താണ് ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോ ഏതൊരു രാജ്യത്തായാലും അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ആ ഒരു ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കൂ. അത് ഏത് സെക്ടറിലായാലും, ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഏതൊരു സെക്ടർ ആയാലും ഡെവലപ്മെന്റ് വേണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം, ഒരു പ്ലാനിങ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു സെക്ടർ വേണോ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഹെൽത്ത് ആയിട്ട്, അല്ലെങ്കിൽ സർവീസ് സെക്ടർ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ, അങ്ങനെ ഏതൊരു സെക്ടർ നമ്മൾ എടുത്താലും ആ ഒരു സെക്ടറിന്റെ വെൽഫെയറിന് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ നമുക്ക് പുതിയതായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെക്ടറിനെ സംബന്ധിച്ച എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും ഈ ഒരു
സെക്ടറിനെ കുറിച്ചുള്ള A to Z ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം എക്കണോമിക്സ് ആൻഡ് നമ്മുടെ ഈ ഒരു എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം ഡെവലപ്മെന്റ്, എല്ലാ സെക്ടറിന്റെ ഡെവലപ്മെന്റ്, അതിനാവശ്യമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തുക, പ്ലാനിങ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ കാർഷിക പുരോഗതി ആയിക്കോട്ടെ, വ്യാവസായിക വളർച്ചയായിക്കോട്ടെ, വിദ്യാഭ്യാസ പുരോഗതി ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഡേറ്റ കളക്ഷൻ, വിവരശേഖരണം എന്ന് പറയുന്ന കാര്യം അത്യാവശ്യമാണ്. അപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആയിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോബ് റോൾ എന്ന് പറയുന്നത് ഈ ഡേറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഡേറ്റാസ് പല രീതിക്ക് കളക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഫീൽഡിൽ പോയി ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ സെക്ടറിന്റെ കുറിച്ചുള്ള ഡേറ്റാസ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ്, നമ്മൾ ഡെയിലി ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് റേഡിയോയിലും ടെലിവിഷനും ഒക്കെ നമ്മൾ കേൾക്കുന്ന കമ്പോള നിലവാരം പോലുള്ള കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം ഓൺ എ റെഗുലർ ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഏറ്റവും രാജ്യത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ്. അപ്പോ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ വാല്യൂ എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം ഒരു വാല്യൂ ആക്കുന്നത്, ഇത് എത്രത്തോളമാണ് ഇതിന്റെ വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റിനെ സഹായിക്കുക, സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള റിലേറ്റഡ് ആണ്, ഗവൺമെന്റിനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റിനെ സഹായിക്കാനായിട്ട് നമുക്കും ഒരു പാർട്ടാവാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ജോലി കൊണ്ടുതരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു സ്ഥലത്ത് പോയി ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ്സ് ചെയ്യുന്ന നിങ്ങൾക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഡേറ്റാസ് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജോബ് റോൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഒരു ഓഫീസ് വർക്ക് അല്ല, നിങ്ങൾ ഓഫീസ് വർക്കും ചെയ്യേണ്ടി വരും, ഫീൽഡ് വർക്കും ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ ജോബ് ഓഫർ ചെയ്യുന്ന പ്രൊമോഷൻസ് ആണ്. ഓക്കെ, അപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള പ്രൊമോഷൻ ആയിട്ട് വരുന്നത്, അതിനുശേഷം നിങ്ങൾക്ക് ഗ്രേഡ് 1 ആയിട്ട് പ്രൊമോഷൻ ലഭിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ ആയിട്ടും നമുക്ക് പ്രൊമോഷൻ ലഭിക്കും. അതിനുശേഷം നിങ്ങളൊരു PG ഹോൾഡർ ആണെങ്കിലും നിങ്ങളൊരു നോൺ PG ഹോൾഡർ ആണെങ്കിലും രണ്ട് രീതിക്കാണ് നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യതകൾ വരുന്നത്. നിങ്ങളൊരു PG ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ഓഫീസർ ആയിട്ട്, അതിനുശേഷം അസിസ്റ്റന്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, അങ്ങനെ ഡയറക്ടർ, ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രൊമോഷൻ ആ ഒരു ഇത് പോകുന്നത്, ആ ഒരു ഹെയറാർക്കി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഹെഡ് എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ ആണ്. അപ്പോൾ അതുവരെ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങളൊരു PG ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങളൊരു നോൺ PG ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതിനുശേഷം അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസർ, അതിനുശേഷം ഡിസ്ട്രിക്ട് ഓഫീസർ, ഈ രീതിയിലാണ് നിങ്ങളുടെ പ്രൊമോഷൻ പോകുന്നത്. എങ്ങനെ നോക്കിയാലും കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ഗവൺമെന്റ് ജോബിലെ പോലെ തന്നെ നിങ്ങൾക്ക് പെൻഷനും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും ഉണ്ടാവും. ഓക്കെ, പോളിസി മേക്കിങ്ങിലും മറ്റും നിങ്ങളും ഒരു ഭാഗമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷനും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്തരത്തില് ധാരാളം അഡ്വാൻറ്റേജസ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജോബ് റോൾ എന്താണ്, ഈ ഒരു ജോബിന്റെ മറ്റു പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു എക്സാമിന്റെ സിലബസ് ഇനി നമുക്ക് എന്താണെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ സിലബസിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഒരു ടെൻഡേറ്റീവ് സിലബസ് ആണ്. അപ്പോൾ അതിൽ പാർട്ട് 1 വരുന്നത് എക്കണോമിക്സ് ആണ്. ഓക്കെ, പാർട്ട് 1 എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ 5 മോഡ്യൂളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ മോഡ്യൂൾ 1 മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി ഫംഗ്ഷൻ തുടങ്ങിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി മോഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ സബ് ടോപ്പിക്സും കാര്യങ്ങളും എല്ലാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മോഡ്യൂൾ 3 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ്. മോഡ്യൂൾ 4 എക്കണോമിക് ഡെവലപ്മെന്റ്, പബ്ലിക് ഫിനാൻസ്
and international trade. Module 5, development experiences of India and Kerala. ഓക്കെ, സോ ഇത്രയാണ് പാർട്ട് 1 നമ്മുടെ എക്കണോമിക്സിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ 5 മോഡ്യൂൾസ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. 5 മോഡ്യൂൾസിലും ധാരാളം സബ് ടോപ്പിക്സും ഉണ്ട്. ആ സബ് ടോപ്പിക്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് പാർട്ട് 1, സിലബസിന്റെ പാർട്ട് 1 എക്കണോമിക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. പാർട്ട് 2. പാർട്ട് 2 വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ ഒന്നാമത്തെ മോഡ്യൂൾ വരുന്നത് കാൽക്കുലസ് ആണ്. റിലേഷൻസ്, ഫംഗ്ഷൻസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രൽ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് കാൽക്കുലസിലും ഉണ്ട്. ഓക്കെ, മോഡ്യൂൾ 2 നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര. സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. മോഡ്യൂൾ 3 വരുന്നത് ലീനിയർ ആൾജിബ്രയാണ്. സ്ക്രീനിൽ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. മോഡ്യൂൾ 4 റിയൽ അനാലിസിസ് ആണ്. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, കൗണ്ടബിലിറ്റി തുടങ്ങിയിട്ട് ബാക്കി ധാരാളം സബ് ടോപ്പിക്സും ആ ഒരു സിലബസിലുണ്ട്. മോഡ്യൂൾ 5 കോംപ്ലക്സ് അനാലിസിസ് ആണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ്, അനലിറ്റിക് ഫംഗ്ഷൻസ്, പവർ സീരീസ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അവിടെയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സിലബസിന്റെ പാർട്ട് 2 വരുന്നത്. പാർട്ട് 2 മാത്തമാറ്റിക്സ് ആണ്. ഇനി നമുക്ക് പാർട്ട് 3 നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അവിടെ അതില് സബ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ മോഡ്യൂളായിട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് സബ് ടോപ്പിക്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, 2 പ്രോബബിലിറ്റി തിയറി, 3 ഡിസ്ട്രിബ്യൂഷൻ തിയറി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ പല സബ് ടോപ്പിക്കും ഉണ്ട്. അതിൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ സബ് ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു മോഡ്യൂളിനെ 2 ആക്കിയിട്ടുണ്ട്. എസ്റ്റിമേഷനും അതേപോലെ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസും. ഇനി 5 നോക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് തിയറി, 6 ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്, 7 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, 8 എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇതാണ് പാർട്ട് 3 സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 4 കൊമേഴ്സ് നോക്കാം. കൊമേഴ്സിൽ മോഡ്യൂൾ 1 വരുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് ആണ്. മോഡ്യൂൾ 2 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്. മോഡ്യൂൾ 3 ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മോഡ്യൂൾ 4 ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 4 കൊമേഴ്സിൽ പ്രധാനപ്പെട്ട മോഡ്യൂൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും പോലെ തന്നെ ഇവിടെയും ധാരാളം സബ് ടോപ്പിക്സ് ആ മോഡ്യൂൾസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ടെന്റേറ്റീവ് സിലബസ് ആണ്. കഴിഞ്ഞ വർഷം നടന്ന എക്സാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ GKയും കറണ്ട് അഫയേഴ്സും എല്ലാം, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും എല്ലാം സിലബസിന്റെ കൂടെ ഒരു പാർട്ടായിരുന്നു. 20 മാർക്കിന് സിലബസിന്റെ തന്നെ ഒരു പാർട്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ ടെന്റേറ്റീവ് സിലബസിൽ നമ്മൾ അത് കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ്, ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് അനുസരിച്ച് ഈ ഒരു വർഷം നടക്കാനിരിക്കുന്ന എക്സാമിന് GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതിന്റെ 100% ക്ലാരിഫിക്കേഷൻ നമുക്ക് ജനുവരി 15 തീയതി വരാനിരിക്കുന്ന നമ്മുടെ ഒഫീഷ്യൽ സിലബസ് ഒന്ന് ഔട്ട് ആവും. അപ്പൊ അന്ന് മാത്രമേ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അന്ന് ആ ഒരു സിലബസ് ഔട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കും, നമ്മൾ GK പഠിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും. അപ്പോ ഇപ്പൊ തൽക്കാലം മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്? എക്കണോമിക്സ്, സ്റ്റാറ്റ്, മാത്തമാറ്റിക്സ്, കോമേഴ്സ്. ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള 4 സബ്ജക്ട്സ് നമുക്ക് പഠിച്ചുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് സിലബസിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സ് ഇത്രയുമാണ്. ഓക്കെ, ഇനി അപ്പോ ഒരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോച്ചിങ് ചൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കോച്ചിങ് ചൂസ് ചെയ്തവരാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോ സിലബസ് നമ്മൾ കണ്ടു, വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ നമുക്ക് 4, അതായത് എക്കണോമിക്സ്, സ്റ്റാറ്റ്, മാത്തമാറ്റിക്സ്, അതുപോലെ കോമേഴ്സ്, ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് സിലബസ് മേജർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കൊമേഴ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള 3 സബ്ജക്റ്റിലും എന്ത് വേണം? നമുക്കൊരു സപ്പോർട്ട് വേണ്ടി വരും. ഫ്രം ദ ബേസ് നമ്മൾ അത് പഠിക്കേണ്ടി വരും. എക്കണോമിക്സ് ആണെങ്കിൽ ബാക്കിയുള്ള 3 സബ്ജക്ട്. ഇങ്ങനെ
വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ്, സിലബസ് വളരെ ഡൈവേഴ്സ് ആണ്. അവിടെ ഇവിടെയൊക്കെ ധാരാളം കാര്യങ്ങൾ പല കാര്യങ്ങളിൽ, പല ഭാഗങ്ങളിൽ, പല കോർണേഴ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒന്നിലെ മാസ്റ്ററി ഉണ്ടാവും, പക്ഷെ ബാക്കി 3 ബേസ് തൊട്ട് ഫ്രം ദ ബേസ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവര് നേരിടേണ്ട ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് അതാണ്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഗൈഡ്, ഒരു അത്യാവശ്യം നല്ലൊരു പബ്ലിക്കേഷന്റെ ഒരു ഗൈഡിനെ ബേസ് ചെയ്തിട്ട് അത് പഠിച്ചു പോകാന്ന് വിചാരിച്ചാലും ആ ഗൈഡുകൾ നമ്മുടെ സിലബസുമായിട്ട്, ആ ഗൈഡിന് ഇപ്പോൾ വലിയ ബൾക്കി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് റെഫറൻസ് ആയിട്ട് വരിക. അപ്പൊ ആ റെഫറൻസിൽ നിന്നും നമ്മുടെ സിലബസിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആണ്. ഓക്കെ, ഇനി അത്തരത്തില് ടോപ്പിക്സ് നമ്മൾ എടുത്ത് പഠിച്ചാൽ തന്നെ ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. കാരണം സിലബസ് കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് യാതൊന്നും ചെയ്യാനില്ല. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റവും ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും? മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും അതുപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവർ നേരിടുന്ന മറ്റൊരു ചലഞ്ചാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ധാരാളം ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നല്ലൊരു ശതമാനം സമയം കൺസ്യൂം ചെയ്യുന്ന, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ റെഫറൻസ് എടുക്കുക, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക, ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ ബെനിഫിറ്റ്സ്, നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. ആ സ്റ്റഡി പ്ലാൻ, അതായത് ഒരു പാത്ത് അവർ ലേ ചെയ്തിട്ടുണ്ട്, ആ പാത്തിലൂടെ നടന്നാൽ മാത്രം മതിയാകും. അത്തരത്തിൽ സ്റ്റഡി പ്ലാൻസ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായും സ്ട്രക്ചർ ചെയ്ത് തരും എന്നുള്ളതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് ഗൈഡൻസ് ആണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ ഉണ്ടാവാത്ത പോലെ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു ഫാക്കൽറ്റീസ് ഉണ്ടാവും. അവരുടെ ഗൈഡൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ്, കാരണം ടോപ്പിക് വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് വഴി എഫക്റ്റീവ് ആയിട്ടും സയന്റിഫിക് ആയിട്ടും എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ള സ്കിൽസും നിങ്ങൾക്ക് ലഭിക്കും. റെഗുലർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പേഴ്സണൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ ക്വാളിറ്റി മെറ്റീരിയൽസിനോടുള്ള ആക്സസ്, നിങ്ങൾക്ക് എൻറ്റയർ സിലബസിന് ബേസ്ഡ്, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. PDF ആയിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിലബസിൽ നിന്നും സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാം. ആ ലാഭിക്കുന്ന സമയം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിലോട്ട് കൊടുക്കാൻ ചെയ്യാം. എസ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതായത് റെഫറൻസ് തിരക്കി വേറെങ്ങും പോവേണ്ട കാര്യമില്ല. മെറ്റീരിയൽസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അപ്പോഴപ്പോഴ് നമുക്ക് ആപ്പിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് നമുക്ക് പഠിക്കുക, അതിന്റെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത്തരത്തിൽ വളരെ ഈസി ആയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡൗൺ ആയി പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും മോട്ടിവേഷനും നിങ്ങൾക്ക് ലഭിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ ട്രാക്ക് മാറി പോവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ഓൺ ട്രാക്ക് എത്താനായിട്ടുള്ള എല്ലാ മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോച്ചിങ്ങിലൂടെ ലഭിക്കും. ഓക്കെ, ഇനി സ്മാർട്ട് ആയിട്ടുള്ള എക്സാം സ്ട്രാറ്റജീസ്. ഒരിക്കലും ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്ന പോലെ ഇപ്പോൾ ഒരു ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, വളരെ കോംപ്ലക്സ് ആയിട്ട് 5-6 മിനിറ്റ് എടുത്ത് ചെയ്ത് ആൻസർ കിട്ടേണ്ട കണക്കെല്ലാം ചിലപ്പോൾ ഒരു സിമ്പിൾ ഫോർമുല ഉപയോഗിച്ച് 1-2 സ്റ്റെപ്പിൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഷോർട്ട് ട്രിക്സ്, മെത്തേഡ്സ്, ഇനി സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഗസ് ചെയ്യാം. ചിലപ്പോൾ 2 ആൻസർ നമുക്ക് സംശയമുണ്ട് എങ്കിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസർ ഗസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, ധാരാളം ട്രിക്കുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു കോച്ചിങ് സെന്റേഴ്സിന് മാത്രമേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇത്തരത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള സിലബസ് ഉള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ എന്തുണ്ട്, ഒരു കോച്ചിങ് സെന്ററിനും അല്ലെങ്കിൽ ഒരു മെന്ററിനും നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടെക് PSC കോഴ്സ് എടുത്ത നിങ്ങൾക്ക് ഇനി നമ്മൾ കുറച്ച് മാസങ്ങളിലേക്ക് ഫോളോ ചെയ്യാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ എന്താണ്, ഓക്കെ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ
ഒരാഴ്ച 7 ദിവസമാണുള്ളത്. അതിൽ നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ള 5 ദിവസം എടുക്കാം. അതായത് മൺഡേ ടു തേഴ്സ്ഡേ. ഓക്കെ, ഈ വീക്ക്ലി 4 ഡേയ്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. അതിന്റെ റെക്കോർഡഡ് സെഷൻസ് കൃത്യമായിട്ടും ടെക്-PSCയുടെ ആപ്പ് വഴി നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ലൈവ് ക്ലാസ്സുകളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനൊക്കെ സാധിക്കും. അപ്പൊ റെക്കോർഡ് ക്ലാസ്സിൽ അത് സാധിക്കില്ല. അപ്പോൾ അവിടെ എനിക്ക് ഡൗട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ അതിനും പരിഹാരമുണ്ട്. ഏത് സമയത്തും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും ഈ കോഴ്സിന് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ള ആക്സസ് എക്സാം തീയതി വരെയും ടിൽ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഏതൊരു സമയത്ത് വേണമെങ്കിലും വാട്സപ്പ് ത്രൂ ആയിക്കോട്ടെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോ അതാണ് 4 ദിവസം. ആദ്യത്തെ 4 ദിവസം, ഒരാഴ്ചയിലെ ആദ്യത്തെ 4 ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ്. ഒരു പക്ഷേ ജോലി തിരക്കൊക്കെ കാരണം പലരും ഒരു ജോലിയിൽ ഇരിക്കുന്നവരായിരിക്കും, ജോലി ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പക്ഷേ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും ഏതൊരു സമയത്തും ഡൗട്ട് ക്ലിയറൻസിനുള്ള ഒരു അവസരവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി 4 ദിവസം പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഫ്രൈഡേ ഒന്ന് റിവൈസ് ചെയ്താലോ? അപ്പൊ ഫ്രൈഡേ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഫ്രൈഡേ റിവിഷൻ ആണ്. ഇനി വീക്കെൻഡ്സിലുള്ള 2 ദിവസം സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് വീക്ക്ലി മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ 4 ദിവസം പഠിച്ചത് ഫ്രൈഡേ നമ്മൾ റിവൈസ് ചെയ്തു. ഈ പഠിച്ച കാര്യങ്ങൾ ആ വീക്കെൻഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഒരാഴ്ചത്തെ കാര്യം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം 4 ആഴ്ചകളുണ്ട്. ഓക്കെ, ഓൺ ആൻ ആവറേജ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഈ ഓരോ ആഴ്ചകളിലും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മോഡൽ എക്സാംസ് കഴിയുന്നതിനനുസരിച്ച് ഓരോ റിവിഷൻ ലൈവ് സെഷൻസ് എല്ലാം കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്കത് വിസിബിൾ ആവില്ല. മോഡൽ എക്സാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സ്ട്രെങ്ത് എവിടെയൊക്കെയാണ്, നമ്മുടെ വീക്ക്നെസ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നമ്മളെ കുറിച്ചുള്ള അവബോധം നേടിയെടുക്കാനായിട്ട് ഈ വീക്കെൻഡ്സിലുള്ള എക്സാം സെഷൻസ് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഓരോ ആഴ്ചയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന വഴി വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ട്രാക്കിംഗ് പോസിബിൾ ആവും. ഈ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ അത്തരത്തില് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന പോലെ യാതൊരു കാരണവശാലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കരുത്. ഓക്കെ, അത് വേറെ. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് കൃത്യമായിട്ടുള്ള പാസ് മാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എത്ര ആപ്ലിക്കൻസ് എഴുതിയാലും പാസ് മാർക്ക് നേടിയാൽ നമ്മൾ പാസ്സാവും. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാം അങ്ങനെയല്ല. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്രയുണ്ട് എന്ന ഫാക്ടർ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഇനി അതിൽ എത്ര പേര് നല്ലോണം പ്രിപ്പയർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, എത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് നെഗറ്റീവ് തെറ്റി എന്നുള്ള ഒരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, നമുക്ക് മാർക്ക് കുറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഫുൾ സിലബസ് കവറേജ് ആണ്. ആദ്യം തന്നെ നിങ്ങൾ ഫുൾ സിലബസ് കവർ ചെയ്യുക. അതിനായിട്ട് നിങ്ങളുടെ ഈ ലൈവ് സെഷൻസ് സഹായിക്കും. ഓക്കെ, ബാക്കി വീക്കെൻഡ്സിൽ നടക്കുന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു ബോണസ് ആണ്. ഓക്കെ, അപ്പൊ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? റിവിഷനും മോക്ക് ടെസ്റ്റുകളും. ഓക്കെ, അപ്പോൾ ഫുൾ സിലബസ് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, ഫീഡ്ബാക്കോട് കൂടിയ ടൈം മാനേജ്മെന്റോട് കൂടിയ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു, ടോപ്പിക് പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ അതിന്റെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ നല്ലതാണ്. പക്ഷെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ട് കൂടെ ഒന്ന് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം സെഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു എന്താണ് ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്ന്. നമ്മളൊരു ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എക്സാം എഴുതാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മൾ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോസ്റ്റ് നേടിയെടുത്തു എന്നുള്ള മെന്റാലിറ്റിയോട് കൂടെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. ഈസി ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കും.
ഇനി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന ഈ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനും സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളെപ്പോലെ ഒരാളായിരിക്കും ഈ ക്വസ്റ്റ്യനും സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെ പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ആ ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ആ ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ഒരാളായിട്ടും കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടും. പഠിച്ച കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കില്ല. ആ കൺസെപ്റ്റിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. നിങ്ങൾക്ക് 10 റിവിഷൻ ചെയ്തതിന്റെ എഫക്റ്റ് അത് തരും. ഓക്കെ, മാത്രമല്ല അത്രയും കൂടുതൽ ക്വസ്റ്റ്യനും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ടും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ട്രയാങ്കിൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓക്കെ നമുക്ക് പ്രിപ്പറേഷൻ അതായത് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തതോടെ ടെക് പി എസ് സിയുടെ ഫാമിലിയിൽ നിങ്ങൾ ഒരു മെമ്പർ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം നമ്മുടേത് കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് ഇതൊക്കെയാണ്. ഒന്ന്, കംപ്ലീറ്റ് ദ ലൈവ് സെഷൻസ്. നമ്മൾ തരുന്ന ലൈവ് സെഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഒരു ലൈവ് സെഷൻസ് എല്ലാവർക്കും, ഓഫ് കോഴ്സ് എല്ലാവർക്കും ലൈവ് സെഷൻസ് ആ സമയത്ത് ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ പിറ്റേ ദിവസത്തെ റെക്കോർഡഡ് സെഷൻസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, റീഡ് ദ ഡെയിലി ക്ലാസ് നോട്ട്സ് ആൻഡ് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം കൂടെ വരാം, മെറ്റീരിയൽസും ക്ലാസ് നോട്ട്സും വളരെ ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്തിനാ ഈ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത എന്നും ക്വസ്റ്റ്യൻ വരാം. പക്ഷേ ഒരു എക്സാമിന് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അതായത് നമ്മൾ തരുന്ന നോട്ട്സിൽ എന്തായിരിക്കും, ഒരു മേജർ ഹെഡിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഹെഡിങ് ഉണ്ടാവും. അതുമായിട്ട് അതിൽ പ്രധാനമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ എല്ലാ കാര്യങ്ങളും ഈ ഷോർട്ട് നോട്ടിൽ ഉണ്ടാവരുത്. ഓക്കെ, ഷോർട്ട് നോട്ട് നമുക്ക് റിവിഷൻ സമയത്ത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട മേജർ ടോപ്പിക്സ്, അതിന്റെ സബ് ടോപ്പിക്സ് മാത്രം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഈ ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കേണ്ടത് റിവിഷൻ ടൈമിലാണ്. റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ട് എടുക്കുക, ഓരോ ഹെഡിങ്ങും വായിച്ചു നോക്കുക, ഓരോ സബ് ടോപ്പിക്സും വായിച്ചു നോക്കുക. ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് റീചെക്ക് അത്യാവശ്യമാണ്. ആ ഒരു പോയിന്റ്, ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീചെക്ക് ചെയ്യുക. ഓക്കെ, അത് വീണ്ടും പഠിക്കുക. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ റിവിഷൻ ടൈമിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വളരെയധികം ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നോട്ട് എഴുതുന്ന സമയത്ത് കുറച്ച് ടൈം പോവും, അത് സ്വാഭാവികമാണ്. പക്ഷെ ആ പോകുന്ന സമയവും കുറച്ച് എക്സ്ട്രാ ടൈമും കൂടെ എന്ത് ചെയ്യും, റിവിഷൻ സമയത്ത് നമുക്ക് സേവ് ചെയ്യാനായിട്ട്, ഈ പോകുന്ന സമയം അതുപോലെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, മൈൻഡ് മാപ്പിംഗ് ചെയ്യുക തുടങ്ങിയ ടെക്നിക്സ് എല്ലാം വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ വിജയത്തിലെത്തിക്കാൻ, നമ്മുടെ വിജയ സാധ്യത കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. ഓക്കെ, ഇനി വീക്ക്ലി റിവിഷൻസ്. അതിന് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. വീക്ക്ലി റിവിഷൻസിന് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യുക. ഡു ദ സെക്ഷണൽ മോക്ക് ടെസ്റ്റ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ടും അത് ചെയ്യുക. നിങ്ങളുടെ 100% നിങ്ങൾ അതിൽ കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതിൽ യാതൊരു കാരണവശാലും ഒരു കോംപ്രമൈസ് പാടില്ല. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഗെറ്റ് സെൽഫ് മോട്ടിവേറ്റഡ്. എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ആ സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള വഴിയാണ് ഈ ഒരു സെഷന്റെ ആദ്യമേ പറഞ്ഞത്. ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ധാരണ ഉണ്ടായിരിക്കുക. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് അതാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ട്രാക്ക് ഒന്ന് ചേഞ്ച് ആവാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഉള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ തിരിച്ച് നിങ്ങൾക്ക് ബാക്ക് ഓൺ ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. ഓക്കെ,
അപ്പൊ ഇതാണ് ഈ ഒരു പോസ്റ്റിനെ പറ്റിയും ഈ ഒരു കോഴ്സിനെ പറ്റിയുമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇനി ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ചോദിക്കാം.